ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാതെ വിശന്നിരിക്കുന്ന ഈ സിംഹം തൻ്റെ ഇരയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആ കാണുന്ന ഒരു കൂട്ടം കാട്ടുപോത്തുകളിൽ എങ്ങനെ ആ കൂട്ടത്തിൻ്റെ ഇടയിൽ പോയി ആക്രമിച്ച ഒരു പോത്തിനെ തൻ്റെ ഇരയാക്കും, അതല്ലെങ്കിൽ തൻ്റെ ഭക്ഷണമാക്കുന്ന അന്വേഷണത്തിലാണ്. ഈ ഒരു അവസാനത്തെ പോരാട്ടത്തിന് ശേഷം തൻ്റെ ഒരാഴ്ചക്കുള്ള ഭക്ഷണവും നേടി ഹാപ്പിയായിട്ട് തൻ്റെ കുടുംബത്തിനുള്ള ഭക്ഷണം ഹാപ്പിയായിട്ട് പോകുന്ന സിംഹം. ഇതൊക്കെ നമ്മൾ കഥകളിൽ കേട്ടതോ, അതല്ലെങ്കിൽ നാഷണൽ ജിയോഗ്രഫിയിൽ കണ്ടതോ, അതല്ലെങ്കിൽ നമ്മൾ പുസ്തകങ്ങളിൽ വായിച്ചതൊക്കെ ആയിരിക്കും. ഈ കാഴ്ചകളൊക്കെ, അതായത് ലോകത്തെ ഏറ്റവും നല്ല വൈൽഡ് ലൈഫ്, ഏറ്റവും നല്ല പ്രകൃതി, ഏറ്റവും നല്ല ഫ്രഷ് എയർ, പച്ചപ്പ് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിർബന്ധമായും പോകേണ്ട ഒരു സ്ഥലമാണ് കെനിയയിലെ മസായി മാര. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. കെനിയയിലെ മസായി മാര ലോകത്തെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ബിഗ്ഗസ്റ്റ് സൂപ്പർ ഡൂപ്പർ വൈൽഡ് ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയിരുന്നു. അതായത് നമ്മളൊരു കാറിൽ ഒരു കൂട്ടിൽ മൃഗങ്ങളൊക്കെ അവരുടെ നാട്ടിൽ അവരിങ്ങനെ നമ്മളെ നാട്ടിൽ ആട് നടക്കും പോലെ സിംഹവും കാട്ടുപോത്തും സീബ്രയും കുതിരയും, അതല്ലെങ്കിൽ എന്താണ് പറയുക, ഓരോരോ മൃഗങ്ങൾ, കണ്ടാമൃഗങ്ങളും നമ്മുടെ എന്താണ് പറയുക ഹിപ്പോസ്, എല്ലാ ടൈപ്പ് നമ്മൾ LKG നമ്മൾ പുസ്തകത്തിൽ കണ്ട എല്ലാ മൃഗങ്ങളും ഇല്ലേ, ഈ മൃഗങ്ങളൊക്കെ നമ്മുടെ മുന്നിലൂടെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ, നമ്മൾ കൂട്ടിലെ മൃഗങ്ങൾ കണ്ടിട്ടുണ്ടാവും, കൂട്ടിലെ പോലെയല്ല, അവരുടെ ആവാസ വ്യവസ്ഥയിൽ അവർ ചിരിച്ചും കളിച്ചും അതല്ലെങ്കിൽ ആസ്വദിച്ചും ആ ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്നത് നമുക്ക് നോക്കിക്കാണാമെന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ഈ തിരക്ക് പിടിച്ച സിറ്റി ലൈഫിനിടയിൽ ഒരു ബ്രേക്ക് എടുത്ത് മൊബൈൽ ഫോണൊക്കെ മാറ്റി വെച്ച് ഒരു 4-5 ദിവസം ഈ കാട്ടിലൊക്കെ പോയി താമസിച്ച് ആ കാടും പ്രകൃതിയും പച്ചപ്പും ഫ്രഷ് എയറും ആസ്വദിച്ച് നമ്മുടെ ആത്മാവിനെ തന്നെ ശരിക്കും റീജുവനേറ്റ് ചെയ്ത് വരാൻ പറ്റിയ ഒരു സമയമാണ് ബേസിക്കലി ഈ വലിയ പെരുന്നാൾ വെക്കേഷനാണ് നമ്മളൊരു കെനിയ ട്രിപ്പ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ പ്രകൃതി സ്നേഹികളെയും വൈൽഡ് ലൈഫ് സ്നേഹികളെയും കെനിയ അല്ലെങ്കിൽ മസായി മാര ഒരു ബക്കറ്റ് ലിസ്റ്റിലിട്ട് നടക്കുന്ന എല്ലാവരെയും നമ്മൾ ക്ഷണിക്കാൻ ഒരു സൂപ്പർ ഗ്രൂപ്പിൻ്റെ കൂടെ ഒരു അടിപൊളി വൈബുള്ള കെനിയൻ മസായി മാര ട്രിപ്പ്.